തിരുവനന്തപുരം കമലേശ്വരത്തെ നടുക്കിയ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ വർഷങ്ങൾ നീണ്ട ഗാർഹിക പീഡനത്തിന്റെയും അവഗണനയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൃഷി ഓഫീസറായിരുന്ന പരേതനായ ഈ രാജീവിന്റെ ഭാര്യ സജിത, മകൾ ഗ്രീമ എന്നിവരുടെ മരണത്തിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അയർലൻഡിൽ PhD വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ നിരന്തരം മാനസികമായി വേട്ടയാടിയിരുന്നതായി ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം പരാജയങ്ങൾക്കും പഠനത്തിലെ തടസ്സങ്ങൾക്കും കാരണം ഗ്രീമയുടെ ഭാഗ്യക്കേടാണെന്ന് പറഞ്ഞ് ഇയാൾ ക്രൂരമായി പരിഹസിച്ചിരുന്നു. ഒരു ഉന്നത വിദ്യാർത്ഥിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധം അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രീമയെ തളർത്താനാണ് ഇയാൾ ശ്രമിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ഗ്രീമയുടെ അച്ഛൻ രാജീവ് ഹൃദയാഘാതം മൂലം അന്തരിച്ചത്. ആ വലിയ വിയോഗത്തിന്റെ വേദനയിൽ തളർന്നു നിന്ന ഗ്രീമയെ ആശ്വസിപ്പിക്കുന്നതിന് പകരം മരണവീട്ടിൽ വെച്ച് പോലും ഉണ്ണികൃഷ്ണൻ അപമാനിക്കാൻ മുതിർന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. അച്ഛന്റെ വിയോഗം നൽകിയ ശൂന്യതയ്ക്ക് മുകളിൽ ഭർത്താവിന്റെ ക്രൂരത കൂടി ചേർന്നതോടെയാണ് ഗ്രീമയും അമ്മയും കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ഗ്രീമയുടെയും സജിതയുടെയും മരണത്തിൽ പൂന്തുറ പോലീസ് ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിന് ശേഷം മുങ്ങിയ ഇയാളെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസിന്റെ നീക്കം ഫലം കണ്ടു. മുംബൈ വഴി വിദേശത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ മുംബൈ പോലീസിന്റെ പിടിയിലായത്. കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ തടഞ്ഞത്. മുംബൈയിൽ നിന്ന് കേരള പോലീസിന്റെ കസ്റ്റഡിയിലായ ഇയാളെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. ഗ്രീമയും അമ്മ സജിതയും മരിക്കുന്നതിന് മുൻപ് എഴുതിവെച്ച ആത്മഹത്യാ കുറിപ്പുകൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളാണ്. ഉണ്ണികൃഷ്ണനെതിരെ അത്രമേൽ വൈരാഗ്യവും വേദനയും നിറഞ്ഞ വാക്കുകളാണ് ആ കുറിപ്പുകളിൽ ഉള്ളത്. 6 വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഗ്രീമ അനുഭവിച്ച നരകയാതനകൾ ഓരോ വരികളിലും വ്യക്തമാണ്. തങ്ങളുടെ പേരിലുള്ള സ്വത്തുകൾ ഉണ്ണികൃഷ്ണന്റെ കൈകളിൽ എത്തരുത് എന്ന ഗ്രീമയുടെ അവസാനത്തെ അപേക്ഷ സമൂഹ മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുന്നതാണ്. ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണിതെന്നും ഉണ്ണിയോ അയാളുടെ സഹോദരങ്ങളോ ഇത് അനുഭവിക്കാൻ ഇടവരരുതെന്നും ഗ്രീമ ആവർത്തിച്ചു പറഞ്ഞു. തന്റെ മാമന്മാർ ഈ സ്വത്ത് അനുഭവിക്കണം എന്നതായിരുന്നു ഗ്രീമയുടെ ഒസ്യത്ത് പോലെയുള്ള അന്ത്യമൊഴി. താനും മകളും ജീവനൊടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണൻ മാത്രമാണെന്നാണ് അമ്മ സജിതയുടെ കുറിപ്പിൽ പറയുന്നത്. മകൾ കിഞ്ചി കരഞ്ഞിട്ടും അവന് വേണ്ടായിരുന്നു. പിരിയാൻ തക്കതായ ഒരു കാരണവും ഇല്ലാതിരുന്നിട്ടും അവഗണന മാത്രമായിരുന്നു മകൾക്ക് ലഭിച്ച സമ്മാനം. ഈ അപമാനഭാരം സഹിക്കാൻ വയ്യാതെയാണ് തങ്ങൾ പോകുന്നത് എന്ന് സജിത എഴുതി. കഴിഞ്ഞ 21-ാം തീയതിയാണ് കമലേശ്വരത്തെ വീട്ടിൽ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ബന്ധുക്കൾക്ക് സജിത ഒരു സന്ദേശം അയച്ചിരുന്നു. മകളുടെ വിവാഹ ജീവിതത്തിലെ തകർച്ചയും മരുമകന്റെ ക്രൂരതയുമാണ് തങ്ങളെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗ്രീമ ഒരു ബിരുദധാരിയും മിടുക്കിയുമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ അവളെ ഒരു തടവുകാരിയെ പോലെയാണ് കണ്ടിരുന്നതെന്ന് അയൽവാസികൾ പറയുന്നു. പുറം ലോകവുമായി ബന്ധപ്പെടാൻ പോലും അനുവദിക്കാത്ത വിധം മാനസികമായി നിയന്ത്രണങ്ങൾ ഇയാൾ ഏർപ്പെടുത്തിയിരുന്നു. വിവാഹ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പരാതിയുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളുടെയും ആത്മഹത്യകളുടെയും പട്ടികയിലേക്ക് കമലേശ്വരത്തെ ഈ ദാരുണമായ സംഭവം കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയവർ പോലും ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഉണ്ണികൃഷ്ണന്റെ സഹോദരങ്ങൾക്കും ഈ പീഡനങ്ങൾ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗ്രീമയുടെ കുറിപ്പിൽ സഹോദരങ്ങളെ കുറിച്ച് പരാമർശമുള്ളതിനാൽ അവരെയും ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണനെ നാട്ടിലെത്തിച്ച ശേഷം തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. മകളുടെ സന്തോഷത്തിനു വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത ഒരു അച്ഛന്റെയും അമ്മയുടെയും സ്വപ്നങ്ങളാണ് ഇത്തരത്തിൽ തകർക്കപ്പെട്ടത്. രാജുവിന്റെ മരണത്തിന് പിന്നാലെ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന സജിതയും ഗ്രീമയും വിടവാങ്ങിയത് കമലേശ്വരത്തെ നാട്ടുകാർക്ക് ഇന്നും വിശ്വസിക്കാനായിട്ടില്ല. സ്ത്രീധന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. ഗ്രീമയുടെ കുടുംബം നൽകിയ സ്വർണവും പണവും ഉണ്ണികൃഷ്ണൻ ദുരുപയോഗം ചെയ്തോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. ആത്മഹത്യാക്കുറിപ്പിലെ ഓരോ ആരോപണവും ഗൗരവത്തോടെയാണ് കോടതിയും വീക്ഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ വിദേശത്ത് താമസമാക്കാൻ ശ്രമിച്ചത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പോലീസ് വേഗത്തിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. ഇത് ഇയാളെ കുടുക്കാൻ സഹായകമായി. ഉന്നത പഠനത്തിനായി പോയ ഒരാൾ ഇത്രയും വലിയ ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് ഏവരെയും ഞെട്ടിക്കുന്നു. സ്വത്ത് തർക്കങ്ങളെല്ലാം മറിച്ച് തകർന്ന ദാമ്പത്യവും അന്തസ്സില്ലാത്ത പെരുമാറ്റവുമാണ് ഈ മരണങ്ങളിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഗ്രീമയും അമ്മയും മരണത്തിലേക്ക് തള്ളിവിട്ടവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. കേസിന്റെ തുടർന്നുള്ള നടപടികൾ അതിവേഗത്തിലാക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വീടിന്റെ ഐശ്വര്യമായിരുന്ന 2 പേർ അകാലത്തിൽ പൊലിഞ്ഞത് നാടിന് നികത്താനാകാത്ത നഷ്ടമാണ്. നീതി ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്ന് ഗ്രീമയുടെ അമ്മാവന്മാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ.